മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2025 ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. ഇന്നേ വരെ ഇവിടുത്തെ ചരിത്രത്തിൽ എനിക്ക് ഈ സാധനം ഒന്നും വാങ്ങിച്ചു തന്നിട്ടില്ല. എന്ത് പറ്റിയോ സാറിന്? നടക്കല്ല, പട്ടിക്കാണ്. ഓ കൊച്ചമാനാണ്. നല്ല വെണ്ണ പോലെ അറിയണ്ടോ, അല്ലെങ്കിൽ കൊച്ചമ്മയുടെ സ്വഭാവം അറിയാലോ. സാർ ഇവിടുത്തെ മിക്സിക്ക് എന്ത് കുഴപ്പമുണ്ടായിട്ടോ സാറേ എന്നെ കൊണ്ട് ഈ അമ്മിക്കല്ലിട്ട് അരപ്പിക്കണത്? ഒന്നും എന്നോട് ചോദിക്കണ്ട, എനിക്കറിയില്ല. ഇവിടുത്തെ മിക്സിക്ക് ഒരു കുഴപ്പമില്ല. ഇന്നലെ രാത്രിയും കൂടെ ജ്യൂസ് അടിച്ച് കുടിക്കണം ഞാൻ കണ്ടല്ലേ. ഇത് സാറിനെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിക്കണം. ഒരു ദിവസം ജ്യൂസ് കുടിക്കുമ്പോഴേ അവിടെ കഴുത്തെ കെട്ടിച്ചാവും. ഫുഡ് കഴിച്ചാ? എവിടെ, രാവിലെ പട്ടിണി. ഞാൻ കൊച്ചമ്മയായിട്ടേ പോയിട്ട് വരാം. അല്ല വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കാതില്ല. വേണ്ട, അങ്കിള് പറഞ്ഞില്ലേ നല്ല കുട്ടിയായിട്ട് കുളിച്ചായിരുന്നൊരു സമ്മാനം ഉണ്ടെന്ന്. ആ സമ്മാനമാണ് മണത്ത് നോക്കി. ഇഷ്ടപ്പെട്ടില്ല? വേണ്ടേ? വേണ്ട, വേണ്ടെങ്കിൽ കഴിക്കരുത്. ഇഷ്ടമില്ലാത്ത ഒരു സാധനം ആര് നിർബന്ധിച്ചാലും കഴിക്കണ്ട കേട്ടാ. അങ്കിൾ ഇങ്ങോട്ട് വെച്ചേക്കാം. ഇഷ്ടമാണെന്ന് തോന്നുമ്പോൾ അങ്കിൾ എടുത്ത് തരാം. കഴിഞ്ഞില്ലേ? കഴിഞ്ഞത് കൊണ്ട കൊടുക്കട്ടെ. കഷ്ടം. ഏയ് കൊള്ളില്ല, കൊള്ളില്ല, ഇത് കൊള്ളില്ല, കഴിക്കണ്ട കേട്ടോ. കൊള്ളില്ല. കൊള്ളില്ല. പല എനിക്കിഷ്ടമല്ല, പല കഴിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നല്ല സാധനം കൊണ്ടുവരുമ്പോൾ വേണ്ടാന്ന് പറയണം കേട്ടോ. ഇഷ്ടമല്ല എന്ന് പറയണം. കൊള്ളില്ല, എനിക്കറിയാം. ഇതിൻ്റെ മുഖം കാണുമ്പോൾ അറിയാം. ചോദിച്ചാൽ തന്നില്ലെന്നൊന്നും പറയരുത്. കഴിച്ചു കേട്ടോ, കുറച്ച് കഴിച്ചേ. ഞാൻ ADGP ആണ്. എൻ്റെ ഫാദറിലോ നാളെ ഒന്ന് തൊഴാൻ വരുന്നുണ്ട് അവിടുത്തെ അമ്പലത്തിലേ. അപ്പോൾ തിരക്കുണ്ടാവുമല്ലോ, അതുകൊണ്ടല്ലേ പറയുന്നത്. അപ്പോൾ അതിനുള്ള സൗകര്യം ഒന്ന് ചെയ്തു കൊടുത്തേക്ക്. ഒരു 3 പോലീസുകാരായിട്ടേക്ക് ഒന്ന് അച്ഛൻ വരുമ്പോൾ ഒന്ന് സിലോട്ട് ചെയ്യാനും അവൻ്റെ അറിയാലോ അതിൻ്റെ ഇത്. അതിൽ എൻ്റെ വണ്ടിയിലാണ് വരുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡ്രൈവറോട്. ഞാൻ ലേറ്റൊക്കെ ഇട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് മാറിക്കോളൂ. നിങ്ങൾ കൂടി ഒന്ന് ഹെൽപ്പിന് നിന്നാൽ മതി കേട്ടോ. ഓക്കെ. അച്ഛൻ വല്ലപ്പോഴല്ലേ ഇങ്ങോട്ട് തന്നെ, ഒരു സന്തോഷം ആയിക്കോട്ടെ. അല്ല, അച്ഛൻ അവിടെ ചെല്ലുമ്പോഴേ അവിടുത്തെ മേൽശാന്തി മാലയിട്ട് സ്വീകരിക്കാനുള്ള വല്ലതും ചെയ്യാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. എന്തായാലും അച്ഛൻ ഇവിടെ വന്ന് നിൽക്കണം വലിയ ഇഷ്ടാ. നിന്റെ കൈ ഒടിഞ്ഞു പോകുന്നുണ്ടേ. ഇതിനേം വേണം, പിന്നെ വേദന എടുക്കണമെന്നുള്ള ഇതിനെയൊന്നും കാലനും വേണ്ടെന്നുള്ളതാണ്. എന്താ പറയുന്നത്? നല്ല ബലമുള്ള കാലാണേ. അല്ല, വേറെ ആരെങ്കിലും ആണെങ്കിൽ ഈ പ്രായത്തിൽ ഈ കാലം ഒന്നും നടക്കാൻ പറ്റുമോ? സാറായോണ്ടല്ലേ ഇങ്ങനെയൊക്കെ എഴുന്നേറ്റ് നടക്കണേ കുതിരയെ പോലെ. നല്ല ബലമുള്ള കാലാട്ടോ. സാറേ, ഞാൻ കുറെ നാളായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കുക. എന്തോന്നാ? സാറിൻ്റെ ഈ മോളുണ്ടല്ലോ, മണ്ടോന്തിരി മേഡം, എങ്ങനെ ഇത്രയും നല്ല തങ്കപ്പെട്ട സ്വഭാവമായിട്ട് ഇങ്ങനെ വളർന്നു വന്നത്? ഞങ്ങളല്ലേ വളർത്തിയത്. അല്ല, ഞങ്ങളെ വീട്ടിലൊക്കെ ഉണ്ട് പെണ്ണുങ്ങൾ. പക്ഷെ അവരൊക്കെ കണ്ടു പഠിക്കണ ഈ സ്വഭാവം. ഓ, എന്തോ നല്ല സ്വഭാവം എന്നറിയാമോ? അല്ല, ഇത് ഒരെണ്ണേ ഉള്ളൂ? ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ആൺപിള്ളേർ 3 ഉണ്ട് കേട്ടോ. സത്യത്തിൽ അതൊക്കെ പെണ്ണാ. അല്ല, അതും കൂടെ പെണ്ണാവേണ്ടതായിരുന്നു. എങ്ങനെയുണ്ട് സാറേ? എടാ, ഇത് നീ പഴയതുപോലെ അല്ല. നീക്ക് ഭയങ്കര മടിയാണ്. ശരിക്ക് പിടിക്കടാ. എന്തോരു പിടുത്താണ്. നോട്ടുവാ ഇങ്ങോട്ടൊന്ന് പൊട്ടിച്ച കാലിൻ്റെ ഒന്ന് വലിച്ചിട്ട് കാലിൻ്റെ ഞെട്ടൊന്ന് പൊട്ടിക്കാൻ ഞാൻ ഇട്ടുതരാം. നീ പോയിക്ക്. പോകാൻ താൻ പോയടോ. തന്നോട് പോകാൻ പറഞ്ഞ പൊട്ടിക്ക്.
അവിടെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിലേ കൊച്ചമ്മ വഴക്കറിയും എന്നെ. ഇവിടെ ഇത് ചെയ്തില്ലേ ഞാനും വഴക്ക് പറയും. അപ്പൊ ഇത് ചെയ്യും. അതുപോലെ ചെയ്, അതുപോലെ ചെയ്. മതിയോ? ഒരു വേദനയില്ല. അല്ല മതിയോ? അമർത്തിക്കം. പൊക്കോട്ടെ. ഇല്ല എന്നാ മതി. മതി. ഡോ കരയാതടോ. ഒന്നല്ല ഈ ഒരു പോലീസല്ലേ, എന്തുണ്ടായിന്ന് പറ. സസ്പെൻഷൻ അടിച്ച് തന്നപ്പോ നിങ്ങൾ യൂണിയൻകാരുമില്ല, ആരുമില്ല, ഞാനൊറ്റക്കായില്ലേ. സസ്പെൻഷൻ എന്തിനെ? രാവിലെ വീട്ടിൽ നിന്ന് ഭാര്യനോടും മക്കളോടും പോലീസാണെന്ന് പറഞ്ഞു പോരും. എന്നിട്ട് ഈ ഏമാന്റെ വീട്ടിൽ തുണി അലക്കല്, അവർക്ക് ഈ മാർക്കറ്റിൽ പോയി കൊടുക്കല്, പട്ടീനെ കുളിപ്പിക്കല്. ഞാനൊരു മനുഷ്യനല്ലേ? ശരിയാ. എത്ര തവണ ഞാനിവിടെ കൊണ്ടുവന്ന് പരാതി പറഞ്ഞത് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട. കഴിഞ്ഞ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു എന്നോട്. എനിക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയാമോ? ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോ വെന്തില്ല. ഏമാന്റെ ഭാര്യ പിടിച്ചു നോക്കിയപ്പോ അത് വെന്തിട്ടില്ല എന്ന് പറഞ്ഞ് എന്റെ മോന്തക്കിട്ട് ഒറ്റടി. ഞാൻ എന്റെ കഷ്ടകാലത്തിന് രണ്ടൊന്ന് മുദ്രാവാക്യം വിളിച്ചു പോയി അവിടെ നിന്ന്. ഓർഗനൈസേഷന്റെ ആളാണല്ലോ, അപ്പൊ അറിയാണ്ട് മുദ്രാവാക്യം വിളിച്ചു പോകും. അതുപോലെ ഇഡലി വന്നിട്ട് തിന്നാനും പറ്റില്ല. അല്ല, നമുക്ക് അങ്ങനെ വിട്ടാൻ പറ്റില്ല. നമ്മൾ ഇവര് ഈ വലിയ വലിയ ഏമാന്മാര് പറയുന്നതൊക്കെ ഇങ്ങനെ മൂളി കേൾക്കണോണ്ടാണ് ഈ പ്രശ്നം. തന്നെ പോലെ ഒരാൾ പ്രതികരിക്കണം, അപ്പോഴാണ് നമ്മുടെ ഓർഗനൈസേഷന് അതിൻ്റെതായ ശക്തി ഉണ്ടാവുള്ളൂ. ഇപ്പൊ തന്നെ പ്രതികരിച്ചിട്ട് ഞാൻ ഒറ്റപ്പെട്ടില്ലേ? സസ്പെൻഷൻ എനിക്ക് നിങ്ങളൊന്നും ഇടപെട്ടായില്ലേ? ആരൊറ്റപ്പെട്ടു? ഞങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ. ഞങ്ങളുണ്ട്. നിങ്ങൾ കൂടെ എന്റെ പണി പോയില്ലേ? പ്രതികരിക്കാം, നമുക്ക് എങ്ങനെയെങ്കിലും ഈ സസ്പെൻഷൻ പിൻവലിപ്പിക്കാം. ഇപ്പൊ തന്നെ അവിടെ ഒരു വനിതാ കോൺസ്റ്റബിൾ എന്താ ശ്യാമള പരാതി തന്നിട്ടുണ്ട്. അവിടെ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന്. നമ്മളെയൊക്കെ അവിടെ കലം കഴുകി ചാകയാണ് യൂണിഫോം ഇട്ടിട്ട്. അതെ, നമുക്കിത് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. ഇത് പ്രതികരിക്കണം. നിങ്ങൾ കോളേജിന്റെ കാര്യമാണോ സ്റ്റുഡൻസിന്റെ കാര്യമാണെന്നൊക്കെ എനിക്കറിയാം, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ ഈ കുളം വൃത്തിയാക്കലും ഈ നാട്ടിൽ ഇത്തരം ചില സംഗതികളൊക്കെ ഉണ്ടാവുക, ആ പ്രാദേശികമായിട്ടുള്ള വല്ല നേതാക്കന്മാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ പോരെ? അതല്ലേ ബെറ്റർ. ഓക്കെ, ഞാൻ പരമാവധി വരാൻ ശ്രമിക്കാം കേട്ടോ. ശരി, ഓക്കെ. സാറേ, പാരിജാതന്റെ സസ്പെൻഷന്റെ കാര്യമല്ലേ? അതെ സാർ. ഇയാള് സമരം വിളിച്ചു പോയതല്ലേ ഇവിടെ നിന്ന്? പെട്ടെന്നൊരു ആവേശത്തിന്. ആവേശം തീർന്നോ? ബുദ്ധിമുട്ടാണ്. ഈ IPS എന്ന് പറയുന്നതേ നല്ല വിൽപ്പറുള്ളവർ കിട്ടുന്ന. അതെ അതെ. അവരൊരാളെ സസ്പെൻഡ് ചെയ്താൽ പിന്നെ ആന കുത്തിയാലും ഇളകില്ല. അതാ IPS. സാറേ, ദാരിദ്ര്യാണ്. പിന്നെ ഭാര്യക്ക് സുഖമില്ലല്ലോ. ആരുടെ?